നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ധനുമാസത്തിൽ കാർത്തികയാണ് കേട്ടോ. തിരുവാതിരയ്ക്ക് തൊട്ട് മുമ്പുള്ള കാർത്തിക. മറ്റൊരു കാര്യം വെച്ചാൽ വൈകുണ്ഠ ഏകാദശി കഴിഞ്ഞിട്ട് ദ്വാദശിയാണ്, അതിനോടൊപ്പം തന്നെ കാർത്തികയാണ്. അപ്പം നേരത്തെ കുളിക്കണം എന്നാണ് പറയുക. തിരുവാതിര തുടങ്ങിയാൽ നമുക്കറിയാലോ, ധനുമാസത്തിൽ ഭഗവാന്റെ തിരുനാളാണ്, പരമശിവൻ്റെ പിറന്നാളല്ലേ തിരുവാതിര എന്ന് പറഞ്ഞാൽ. അപ്പം തിരുവാതിരയ്ക്ക് മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ അശ്വതി തൊട്ടാണ് നേരത്തെ കുളിച്ചു തുടങ്ങും. അശ്വതി ഭരണി കാർത്തിക നാൾ കാലത്ത് കാക്ക കരനേക്കാൾ മുമ്പ് കുളിക്കണം എന്നാണ് പറയുക. അപ്പം നേരത്തെ കുളിക്കണം. എല്ലാ സ്ത്രീകളും കുട്ടികളും ഒക്കെ നേരത്തെ കുളിക്കും. കുളി കഴിഞ്ഞു നേരത്തെ കുളിച്ചു കൂട്ടാം. കുളി കഴിഞ്ഞാൽ കുറി തൊടണം എന്ന് പറയില്ലേ, കുളിച്ചാൽ തൊടാത്തവരെ തൊട്ടാൽ കുളിക്കണം എന്ന് പറയും. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരു കുറി നെറ്റിയിൽ വെക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. അത് നമ്മളുടെ ഒരു സംസ്കാരമാണ്. കാരണം വെച്ചാൽ ആ നെറ്റിയിൽ ഒരു കുറി ഇങ്ങനെ വെക്കുമ്പോൾ, അതായത് ഇവിടെ ഒരു ആജ്ഞാചക്രം ഉണ്ടല്ലോ, ആജ്ഞാചക്രത്തിൽ ഒരു കൈ വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഫുള്ള് കോൺസെൻട്രേഷൻ ഇവിടേക്ക് പോവുകയാണ്. ഇത് നേരെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുറി വെച്ചാൽ നല്ലതാണ്. അറ്റൻഷൻ ഫുള്ളായിട്ട് നമ്മുടെ ഇവിടേക്ക് വരികയാണ്, ആജ്ഞാചക്രത്തിലേക്ക്. എന്താവട്ടെ, അപ്പോൾ കുറി തൊട്ടു. പിന്നെ ചന്ദനോ പിന്നെ കുങ്കുമോ അല്ലെങ്കിൽ മഞ്ഞൾ മുതലായ എല്ലാം അണിഞ്ഞു കഴിഞ്ഞിട്ട് ആണ് ദിവസം തുടങ്ങുക. കുളിച്ചതിന് ശേഷം കേട്ടോ. പുഴയിലാണ് പണ്ട് കുളിക്കുക, ഇപ്പോൾ പുഴയൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുളിയും കഴിഞ്ഞെല്ലാം യോഗയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യത്തെ ഉണ്ടാക്കാൻ പോണത് ഈ തണുപ്പ് കാലത്തല്ലേ, തണുപ്പ് കാലത്ത് നമുക്ക് വയറിനൊന്നും അസുഖം വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ കൂവനൂറ് കുറുക്കി കുടിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് കൂവനൂറ് കുറുക്കാം കേട്ടോ. ഞാൻ പാത്രം എടുത്തു. ഇതിൽ വെള്ളം ഒഴിക്കണം കുറച്ച്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു. തീ കത്തിക്കാം. തീ കത്തിച്ചു. പാത്രത്തിൽ വെള്ളം വെച്ചു കേട്ടോ. വെള്ളം തിളക്കട്ടെ. നമുക്കതിലേക്ക് ശർക്കര ഒരു ബെല്ലടാം കേട്ടോ. ശർക്കര ഇട്ടു. അപ്പം ശർക്കരയൊക്കെ ഒന്ന് ഉരുകിയിട്ട് വരട്ടെ, തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കൂവനൂറ് കലക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. വെള്ളമെടുത്തു. ഇതാണ് കേട്ടോ കൂവനൂറ്. ഇതൊരു വാങ്ങിയതാണ് നമ്മൾ. പാലക്കാട് നിന്ന് ഒരാൾ വരാറുണ്ടല്ലോ, അവരുടെ ഞാൻ വാങ്ങിയ നല്ല ബെസ്റ്റ് കൂവനൂറ്. നനയാത്ത ഒരു കയ്യിലോണ്ട് എടുക്കാം. ഇതാ ഒരു കയ്യിൽ കൂവനൂറ് വെള്ളത്തിലിടാം. നന്നായിട്ട് അതിനെ ഇളക്കി കട്ടയൊക്കെ ഉടയ്ക്കുക. ഇത് വീണ്ടും നമുക്ക് പൊതിഞ്ഞു വയ്ക്കാം. നമുക്ക് ഇന്ന് മാത്രമല്ല, ഇന്ന് കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്ന് എല്ലാ ദിവസവും കഴിക്കേണ്ടതാട്ടോ. കട്ടയില്ലാണ്ട് കലക്കണം. തിരുവാതിരയുടെ അന്ന് പുഴയിൽ പോയി പാട്ടുപാടി നാമങ്ങൾ ചൊല്ലി വെള്ളത്തിൽ തുടിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ പൊട്ടുതൊടലും കണ്ണെഴുതലും എല്ലാം മുടി കെട്ടലൊക്കെ കഴിഞ്ഞാൽ കരിക്കിൻ്റെ വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ ഒരു കഷ്ണം പഴം കഴിക്കണം. ചെറുപഴമാണ് കഴിക്കേണ്ടത്, നേന്ത്രപ്പഴമല്ല. അപ്പോൾ ചെറുപഴം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതായിരിക്കണം നമ്മുടെ ഞാലിപ്പൂവൻ്റെ കായക്കൊല പഴുത്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കളിക്കും, കുറേ നേരം കളിക്കും. കളി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് എല്ലാവരും കൂടി കളിക്കാട്ടോ. വീട്ടിലെത്തി കഴിയുമ്പോൾ കൂവനൂറ് കുറുക്കിയത് കഴിക്കും, പഴം കഴിക്കും. പിന്നെ സാധാരണ പോലെ കാർത്തികയല്ലേ, കാർത്തിക എന്നാൽ പ്രത്യേക നൊയമ്പുകളൊന്നുമില്ല. സാധാരണ പോലത്തെ ചോറും കറികളൊക്കെ വെച്ച് കഴിക്കാം. നമ്മുടെ വെള്ളം തിളച്ചു കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഇളക്കിയിട്ട് ഒട്ടും കട്ടയില്ല, ഇതിൽ ഒഴിക്കാം കേട്ടോ. മെല്ലെ മെല്ലെ ഒഴിക്കാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇപ്പോൾ
കൂവനൂറ് കുറുക്കിയത് ഇത് കഴിച്ചാൽ വയറിന് അസുഖമൊന്നും വരില്ല. അതായത് ദഹനക്കേട് അല്ലെങ്കിൽ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന ഒരസുഖങ്ങളും വയറിന് വരില്ല. കണ്ടോ നല്ല കട്ടിയായി. നമുക്കിപ്പോൾ ഇതിന് പണി കഴിഞ്ഞു കേട്ടോ. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇളക്കിയല്ലോ. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുകും. ചിലപ്പോഴല്ല ഉറപ്പായിട്ടും കുറുകും. നമുക്കിതിൽ കുറച്ച് നാളികേരം ചെറുകിയിടാം കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ മുന്തിരിയോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. 2 ഏലക്കായ നമുക്ക് ചതച്ചതിലേക്ക് ഇടാം കേട്ടോ. ഏലക്കായയുടെ പൊടി ഇട്ടു. തൊണ്ട് കളഞ്ഞു കേട്ടോ. പൊടി ഇട്ടു. പണി കഴിഞ്ഞു. നമുക്ക് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് ഇന്ന് ഇത്രയും ചെയ്യുന്നുള്ളൂ. സിമ്പിളായിട്ട് കഴിക്കാം. പഴമുണ്ട്. പഴം വേണമെങ്കിൽ ഇതിൽ അരിഞ്ഞിടാം കേട്ടോ. നല്ലതാണ്. നമ്മുടെ ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ്റെ കായാണ് കേട്ടോ പഴുത്തത്. എല്ലാവരും കുളി കഴിഞ്ഞെങ്കിൽ ഒരു പഴം കഴിക്കാം കേട്ടോ. കഴിച്ചോളൂ. ഞാൻ കഴിക്കട്ടെ. നേരം വെളിച്ച അവിടെ കാണുമ്പോൾ അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നേരം കഴിക്കാം അല്ലേ. ഈ പ്രാവശ്യം ഹോളിഡേയ്സിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ കുറേ അമ്പലങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. അതിൻ്റെ ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിയ വളയാണ് കേട്ടോ. അതൊക്കെ എന്താ സൂപ്പർ വളയല്ലേ. എന്താ ഇഷ്ടമായോ? ഞാൻ വാങ്ങിയ വളകളാട്ടോ. എന്ത് ഭംഗിയുള്ള വളകളാണ്. എന്തിനാ സ്വർണ്ണമൊക്കെ അല്ലേ. അടിപൊളി. അതെനിക്കിഷ്ടമായിട്ടോ. നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് ഞാൻ കേട്ടോ. അടിപൊളിയാട്ടാ. സൂപ്പറാണ്. ഇത് കഴിച്ചാൽ ചൂടല്ലേ. ചൂടോടുകൂടിയല്ലേ കഴിക്കണത്. പിന്നെ വയറിന് നല്ലതാണ്. എല്ലാവർക്കും കൊടുക്കണം. നേരെ വിളിച്ചാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അത് എല്ലാ ദിവസവും നേരത്തെ എണീക്കുക, കുളിക്കുക അല്ലേ, പാട്ട് പാടുക, തിരുവാതിര കളി കളിക്കുക. പിന്നീട് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ തിരുവാതിര ആഘോഷിക്കാം കേട്ടോ. എൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇന്ന്. ഇന്നത്തെ കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള തന്നെയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ സ്ഥിരം മേടിച്ച് വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് തിരുവാതിര സ്പെഷ്യലാണ് ഇത് കേട്ടോ. ജയശ്രീ വന്നിട്ടില്ല. ജയശ്രീ വരുമ്പോൾ കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. നേരത്തെ വിളിച്ചോ? വിളിച്ചു. അപ്പോഴോ 5 അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും കാർത്തിക ദിന ആശംസകൾ അല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.